ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഈ ഒരു വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ അതേസമയം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്കാണ് നമ്മളിത് ചെയ്യുന്നത് ചിക്കു ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ ഒരു ഡ്രിങ്കിനകത്തേക്ക് നമ്മൾ കുറച്ച് ചവ്വരി ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചവ്വരി എടുത്ത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 4-5 മണിക്കൂറായി ഞാനിപ്പം സോക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചവ്വരി വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സോക്ക് ചെയ്ത ചവ്വരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വേവായി കിട്ടിക്കോളും. ഒരു ബൗളിൽ 1 ടീസ്പൂൺ അളവിന് ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. ഇത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചവ്വരി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം. ഇപ്പം ചവ്വരി നമുക്ക് വേണ്ട പരുവത്തിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈ ഒരു ഡ്രിങ്കിലോട്ട് ഞാൻ നല്ല പഴുത്ത ചിക്കു 6 എടുത്തിരിക്കുന്നത്. വലുപ്പം അനുസരിച്ച് 6 മുതൽ 8 എണ്ണം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു തൊലിയും അതുപോലെ കുരുവൊക്കെ മാറ്റിയ ശേഷം മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് അരിച്ച് മാറ്റി വെച്ചിരുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ചിയാ സീഡ് ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചവ്വരി ചിയാ സീഡ് മിക്സിനകത്തേക്ക് മിക്സിയിൽ അരച്ചെടുത്തിരിക്കുന്ന ചിക്കുവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം നമ്മളിപ്പം 4 ടേബിൾ സ്പൂൺ അളവിനാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഞാനിതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഒരു 1/4 കപ്പ് അളവിനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പാലൊഴിക്കുന്നത്. അപ്പോൾ പാലൊഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് ചിലപ്പോൾ ചവ്വരിയൊക്കെ ചെറുതായിട്ട് കട്ട പിടിച്ച് കിടപ്പുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 400 മില്ലി ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. തണുത്ത പാൽ വേണം ഇതിനകത്തേക്ക് ഉപയോഗിക്കാനായിട്ട്. അതിനുശേഷം എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്ത് മധുരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ മധുരം ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നട്ട്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ക്രഷ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ചിക്കുവൊക്കെ ഒത്തിരി കിട്ടുന്ന ഈ ഒരു സമയത്ത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കുമൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിൻ്റെത്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കു ഡ്രിങ്ക് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്